പ്രോഗ്രാം നമ്പർ 59. ഓ രാജഗോപാൽ, എത്ര രാമണീയകം ആ കാലം. വരാറുണ്ടായിരുന്നു വിരുന്നുകാർ അന്നും ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ. പക്ഷേ ഇന്ന് സർവത്ര കാണുന്നത് പോലെ പൊള്ളയായ കാട്ടിക്കൂട്ടലായിരുന്നില്ല അന്ന്. ഒട്ടും അറിയിക്കാതെ പുര നിറഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ പോലെ റോഡ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാർ മുറ്റത്തെത്തിയാൽ ഉച്ചത്തിൽ ഹോണടിക്കുകയും പിന്നെ കാറിൻ്റെ ഡോർ കാതടപ്പിക്കുന്ന വിധം വലിച്ചടച്ച് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക. അങ്ങനെയാണല്ലോ ഇന്നത്തെ പതിവ്. വന്നാലുടനെ മിക്കവരും പറയുന്ന ഒരു എക്സ്ക്യൂസും ഉണ്ട്. അതായത് ഞങ്ങൾ മിനിസ്റ്ററെ അല്ലെങ്കിൽ കലക്ടറെ അല്ലെങ്കിൽ വേറെ വല്ല VIP-യെ കാണാനിറങ്ങിയതാണെന്നും കൂട്ടത്തിൽ നിങ്ങളെ ഒന്ന് കണ്ടു കളയാമെന്നും കരുതി എന്നാണ് പറയാറ്. രാത്രി വീട്ടിൽ താമസിക്കാനൊന്നും നിൽക്കാതെ ശരവേഗത്തിൽ അവർ മടങ്ങുകയും ചെയ്യും. അവർ അവരുടെ പുതിയ കാർ നമ്മളെ കാണിക്കാൻ വന്നതാണ് എന്നാണ് വീട്ടിലെ ടിൻറ്റുമോന്മാർ വിളിച്ചു പോവാറ്. എന്നാൽ മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ അരികെയും ദൂരെയുമുള്ള ബന്ധുക്കൾ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും താമസിക്കാൻ തയ്യാറായിട്ടാണ് വരാറ്. ആരും തന്നെ വെറും കൈവീശി വരാറും ഇല്ല. ചക്ക, മാങ്ങ, പൂളക്കിഴങ്ങ്, കൂർക്ക, അപ്പോൾ വെട്ടിയെടുത്ത വാഴക്കുലകൾ എന്നിവയ്ക്ക് നിശ്ചയമായും ഉണ്ടായിരിക്കും. വന്ന ഉടനെ ഓരോരുത്തരും ഓമനപ്പേര് വിളിച്ച് കെട്ടിപ്പിടിക്കുകയും അങ്ങനെ എല്ലാ ചലനങ്ങൾക്കും ഗ്രാമ്യതയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കയ്യൊപ്പുണ്ടായിരുന്നു. അത് ഒരിക്കലും മറക്കാനാവാത്തതാണ്. പക്ഷേ ഗ്രാമീണരായ ഞങ്ങളുടെ പല ബന്ധുക്കൾക്കും ഇത്തരം സന്ദർഭങ്ങളിൽ 3 അനിവാര്യ ലക്ഷ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. 1. തീവണ്ടി കാണൽ. 2. കടൽ കാണൽ. 3. സിനിമ കാണൽ. ഇത് 3ഉം അവർ ജീവിക്കുന്ന ഗ്രാമങ്ങളിൽ തീരെ ഉണ്ടായിരുന്നില്ല. അവർ മടങ്ങിപ്പോകുമ്പോൾ അവരുടെ ഗ്രാമത്തിലില്ലാത്തതും ഇവിടെയുള്ളതുമായ പലതും ഞങ്ങൾ കൊടുത്തയക്കും. കടലിൽ നിന്ന് അപ്പോൾ പിടിച്ചു കൊണ്ടുവന്ന പുതുമത്സ്യമടക്കമുള്ള പല സാധനങ്ങളും ആ 2-4 ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന സ്നേഹാന്തരീക്ഷങ്ങൾ മറക്കാനാവാത്തതായിരുന്നു. വിരുന്ന് വന്നവരും വീട്ടിലുള്ളവരും ഇനി എന്നാ കാണുക എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. കടൽ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ അയൽപ്പക്കക്കാർ കൂടി ഉണ്ടാകാറുണ്ട്. അത്തരം യാത്രകളിൽ ഞങ്ങളുടെ വീട്ടുകാരുടെ ചില അല്പത്തരങ്ങളൊക്കെ പുറത്തു വരുന്നത് കാണാം. മുമ്പ് ഞങ്ങളുടെ വീട്ടുകാർക്ക് കടപ്പുറത്തെത്തുവാൻ മറ്റുള്ളവരുടെ പറമ്പിൽ ചവിട്ടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു എന്നായിരുന്നു അതിലൊന്ന്. കുളൂസ് പറയാൻ അഥവാ അല്പത്തരം കാണിക്കുവാൻ ഞങ്ങളൊട്ടും മോശമായിരുന്നില്ല എന്ന് സാരം. കടപ്പുറത്തെ മാപ്പിളമാരെ പുതിയ ഇസ്ലാംകാർ എന്ന അർത്ഥത്തിൽ പോസ്റ്റ്ലാൻഡ്മാർ എന്നാണ് വിളിക്കാറ്. മഴക്കാലമാകുമ്പോൾ അവരുടെ കാര്യം മഹാകഷ്ടമായിരിക്കും. അടുപ്പിൽ കത്തിക്കാൻ ഒന്നും ഉണ്ടാകില്ല. പകൽ സമയത്ത് അവർ ഞങ്ങളുടെ വീടുകളിലും വലിയ കൊട്ടയുമായി വന്ന് കരിയിലകൾ അടിച്ചുകൊണ്ടുപോകും. ഞങ്ങളതൊന്നും തടുക്കാറേയില്ല. പക്ഷെ അവർ പോകുമ്പോൾ ഞങ്ങളുടെ വേലിത്തറികളും ഞങ്ങളറിയാതെ പറിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഓരോ ജീവിതങ്ങൾ. അതിനാൽ കടപ്പുറത്ത് ഞങ്ങൾക്ക് ധാരാളം മുസ്ലിം കുടുംബക്കാരെ പരിചയമായിരുന്നു. ഗ്രാമത്തിൽ കേൾക്കാറുള്ള മറ്റൊരു അല്പത്തരം റെയിൽപാളത്തെ പറ്റിയായിരുന്നു. ഞങ്ങളുടെ മിക്ക വീടുകളും റെയിൽവേ ലൈനിന് കിഴക്കായിരുന്നു. പക്ഷേ അന്യരായ ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ വൃദ്ധരായ കാരണന്മാർ കോപിഷ്ഠരാകുമായിരുന്നു. റെയിൽ ഞങ്ങളുടെ തറവാട്ടിൻ്റെ പടിഞ്ഞാറാണ്. റെയിൽവേ വന്നിട്ട് 70 വർഷമേ ആയിട്ടുള്ളൂ. ഞങ്ങളുടെ തറവാടിന് 200 വർഷത്തെ പഴക്കവുമുണ്ട് എന്നൊക്കെ. ഇങ്ങനെ ഗ്രാമജീവിതത്തിലെ ഒട്ടേറെ അല്പത്തരങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, പരപ്പനങ്ങാടിയിൽ റെയിൽവേ വന്ന ശേഷം 60 വർഷം കഴിഞ്ഞിട്ടാണ് കോഴിക്കോട്ടേക്ക് റെയിൽവേ എത്തിയത്. ആദ്യം അത് കടലുണ്ടിയിൽ നിന്ന് ബേപ്പൂരിലേക്കായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് യുദ്ധത്തിനാവശ്യമായ മരവും ലോഹങ്ങളും കൊണ്ടുപോവുകയായിരുന്നു മുഖ്യ ലക്ഷ്യം. ആളുകളുടെ വരവും പോക്കും അതിൻ്റെ മുന്നിൽ ഒന്നുമായിരുന്നില്ല. പിന്നെയും ഏറെ കഴിഞ്ഞാണ് മംഗലാപുരത്തേക്ക് ലൈൻ നീട്ടിയത്. അന്നത്തെ ബസ് യാത്രയായിരുന്നു അതിലും രസം. ആകെ 2 ബസ്സുകളാണ് ഇവിടുത്തെ സ്റ്റാൻഡിൽ നിന്നും ഓടിയിരുന്നത്. നടന്നിരുന്നത് എന്ന് പറയുകയായിരിക്കും കൂടുതൽ ഭേദം. ഒന്ന് മഞ്ചേരിയിലേക്കും മറ്റേത് മലപ്പുറത്തേക്കും. അമ്മയുടെ കൂടെ ഞങ്ങൾ കുട്ടികളെല്ലാം വേങ്ങരയിലേക്ക് പോയിരുന്നത് ഈ ബസ്സുകളിലായിരുന്നു. അവിടേക്ക് കൊണ്ടുപോകാനുള്ള പലഹാരങ്ങളും മറ്റും അമ്മ മുമ്പേ ഒരുക്കിയിരിക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കല്യാണി എന്ന സ്ത്രീ ഏത് വിധത്തിലുള്ള പലഹാരങ്ങളും വേണ്ട വിധത്തിൽ തയ്യാറാക്കി തരുമായിരുന്നു. അന്നത്തെ ബസ് യാത്ര അനുഭവങ്ങൾ ഓർമ്മിക്കുമ്പോൾ ചിരിച്ചു മണ്ണ് കപ്പും. ഒരിക്കൽ ഞങ്ങൾ കുട്ടിപ്പട്ടാളം അമ്മയോടൊപ്പം വേങ്ങരയിലേക്ക് പോവുകയായിരുന്നു.
ആര് എവിടെയെന്ന് കൈ നീട്ടിയാലും ബസ് നിർത്തും. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ തിരൂരങ്ങാടി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു സ്ത്രീ ഓടി വന്ന് ബസ്സിന് മുന്നിൽ നിന്നു. അവർ കയറിയില്ല എന്ന് മാത്രമല്ല, മറ്റാരും കയറുന്നതും കണ്ടില്ല. ഒരു ബീഡി നീട്ടി വലിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡ്രൈവർ ചോദിച്ചു, ബീബാത്തുവോ, അയമുട്ടി എവിടെ എന്ന്. അപ്പോഴുണ്ടായ ബീബാത്തുവിൻ്റെ മറുപടി കേട്ട് ചിരിക്കാത്തവർ ആരുമില്ലായിരുന്നു. ബീബാത്തു പറയുകയാണ്, മൂപ്പര് കുളിക്കുകയാണ് എന്ന്. എങ്ങനെ ചിരിക്കാതിരിക്കും? ഒരു 4-5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഒരു തോർത്തുമുണ്ട് തൻ്റെ നനഞ്ഞ തലയും തോർത്തിക്കൊണ്ട് അയമുട്ടി ബസ്സിലേക്ക് കയറി, നനഞ്ഞ തോർത്ത് വീട്ടിലേക്ക് എറിഞ്ഞുകൊണ്ട്. അങ്ങനെ അസാധാരണമായ മാനുഷിക ബന്ധങ്ങളുടെ ഒരു ചങ്ങലയായിരുന്നു ഓരോ ബസ് യാത്രയും. ഡ്രൈവർക്കും കണ്ടക്ടർക്കും വഴിയിലുള്ള ഓരോ വീട്ടുകാരെയും പീഡികക്കാരെയും പരിചയമായിരുന്നു. മാത്രമല്ല, ഓരോരുത്തരും ഇറങ്ങേണ്ട സ്ഥലവും. അതുമാത്രമല്ല, അടുത്ത ബസ് 4-5 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ഉണ്ടാകൂ എന്ന പച്ചയായ യാഥാർത്ഥ്യവും ഉണ്ടായിരുന്നു. എൻ്റെ ഈ പ്രോഗ്രാം കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഇങ്ങനെയൊരു ബസ് യാത്രയെപ്പറ്റി? അന്ന് വന്നിരുന്ന മിക്ക വിരുന്നുകാരും ഗ്രാമീണരായിരുന്നു. അവരുടെ ഗ്രാമത്തിൽ സിനിമാ തിയേറ്ററുകൾ ഒന്നും ഇല്ലായിരുന്നു. അതിനാൽ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ട്രിപ്പിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ഒരു സിനിമയെങ്കിലും കാണുക എന്നതും കൂടിയായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു സിനിമ കൊട്ടകം ഉണ്ടായിരുന്നു. ജയകേരള എന്നായിരുന്നു അതിൻ്റെ പേര്. ഗ്രാമമായതിനാൽ പഴയ പടങ്ങളാണ് മിക്കവാറും ഓടിയിരുന്നത്. 10-60 കൊല്ലം മുമ്പായതിനാൽ അന്ന് കണ്ട സിനിമകളൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല. ഒന്നറിയാം, പ്രേം നസീർ, മിസ് കുമാരി, തൃക്കുറിശ്ശി സുകുമാരൻ നായർ എന്നിവരായിരുന്നു അന്നത്തെ പ്രധാന താരങ്ങൾ. വിരുന്നുകാരുടെ കൂടെയിരുന്ന് ഏറെ പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കഥയുടെ പ്രത്യേകത കൊണ്ട് മാത്രം എൻ്റെ മനസ്സിൽ ഒരു സിനിമ മാത്രം ഒളിമങ്ങാതെ നിൽക്കുന്നു. ആ പടത്തിൻ്റെ പേര് അവകാശി എന്നായിരുന്നു. അതിൻ്റെ കഥ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. ഏറെ സ്വത്തുള്ള ഒരു കുടുംബത്തിൽ ശരിയായ ഒരു അവകാശിയില്ലായിരുന്നു. അതിനാൽ തന്നെ ദുഷ്ടന്മാരായ ബന്ധുക്കൾ ചീത്ത മാർഗങ്ങളിലൂടെ ആ സ്വത്തുക്കൾ പറ്റിച്ചെടുക്കാൻ സകല ശ്രമങ്ങളും നടത്തുന്നു. അങ്ങനെയിരിക്കെയാണ് ആ തറവാട്ടിലെ ഒരു സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നത്. ആ കുട്ടിയായിരിക്കും ആ അളവറ്റ സ്വത്തുക്കളുടെ ഭാവിയിലെ അവകാശി. ഈ കുട്ടി വളർന്നാൽ തങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന വിചാരത്താൽ ദുഷ്ടരായ ബന്ധുക്കൾ ആ കുട്ടിയെ കൊല്ലാൻ ഒരു വാടക കൊലയാളിയെ ഏൽപ്പിക്കുന്നു. അടുത്തതാണ് എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന രംഗം. തൻ്റെ തൊട്ടിലിൽ രസിച്ച് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കൊല്ലാൻ കൊലയാളി മിന്നുന്ന കത്തിയുമായി വരുന്നു. സ്ക്രീൻ മുഴുക്കെ ആ കത്തിയുടെ തിളക്കമാണ്. ആദ്യമായി ഒരു സിനിമ കാണുന്ന എൻ്റെ ബന്ധുക്കളടക്കമുള്ള കാണികൾ പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. ഞാനും തീർച്ചയായും പേടിച്ച് കരഞ്ഞിരിക്കാം. തിളങ്ങുന്ന കത്തിയുമായി കൊലയാളി കുട്ടിയെ കൊല്ലാനായി അടുത്തെത്തുമ്പോൾ നിഷ്കളങ്കനായ കുട്ടി ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയും എന്നെ എടുക്കൂ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ ഒരത്ഭുതം പോലെ കൊലയാളിക്ക് എന്തൊക്കെയോ ഓർമ്മ വരികയും കത്തി ദൂരെ എറിഞ്ഞ് ആ കുഞ്ഞിനെയും എടുത്ത് അയാൾ നാടുവിടുന്നു. കുട്ടി ഏതോ ദൂരെ നാട്ടിൽ കൊണ്ടുപോയി മിടുക്കനായി വളർത്തുന്നു. ആ കുട്ടി വലിയ ആളാകുന്നതാണ് പ്രേം നസീറിൻ്റെ കഥാപാത്രം. തിയേറ്റർ മുഴുവൻ സന്തോഷത്തിൻ്റെ അലയടി. അപ്പോഴേക്കും വൃദ്ധനായ കൊലയാളി മിടുക്കനായ പ്രേം നസീർ കഥാപാത്രത്തോട് ദൂരെ ഗ്രാമത്തിലുള്ള അയാളുടെ അളവറ്റ സ്വത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അതെല്ലാം വീണ്ടെടുക്കാനുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. പടത്തിൻ്റെ ഇൻ്റർവെൽ കഴിഞ്ഞാൽ കഥാനായകന് ഗ്രാമത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. ഒരു മനോഹരമായ ഗാനത്തോടെയാണ് ആ തിരിച്ചുവരവ്. ആ ഗാനം മുഴുവനായി എനിക്ക് ഓർമ്മയേ ഇല്ല. അതിൻ്റെ ആദ്യ ഭാഗം മാത്രം ചൊല്ലുന്നു. മാമല തിങ്ങണ ദേശമേ, ശോലകൾ പാടണ ദേശമേ, കാണുകയാം നിന്മേനി ഞാൻ, വരുന്നു ഞാൻ. പിന്നെ പറയേണ്ടതില്ലല്ലോ. നായകൻ തൻ്റെ നയവും ശക്തിയും ഉപയോഗിച്ച് തൻ്റെ അവകാശങ്ങളെല്ലാം നേടിയെടുക്കുകയും തൻ്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. പണ്ടത്തെ സിനിമകളെല്ലാം ഇങ്ങനെ സന്തോഷമായി അവസാനിക്കുന്നതായിരുന്നു. തകഴിയുടെ ചെമ്മീൻ എന്ന കഥ പോലെ ഈ കഥാന്ത്യത്തിൽ നായികയും നായകനും മരിച്ചു കിടക്കുന്ന ട്രാജഡികളൊന്നും അന്നുണ്ടായിരുന്നില്ല. അന്ന് സിനിമ കാണുന്നവർക്കും അതൊന്നും കാണുന്നതിനുള്ള മനക്കരുത്തും ഉണ്ടായിരുന്നില്ല. കല മനുഷ്യ മനസ്സിൻ്റെ പ്രതികരണം കൂടിയാണെന്ന് അറിവുള്ളവർ പറയാറുണ്ട്. ഇപ്പോഴും നമ്മുടെ സമൂഹം ഒരു ക്രിമിനലൈസ് ചെയ്ത അവസ്ഥയിലാണല്ലോ. അതുകൊണ്ടാണ് ദേവാസുരവും വല്യേട്ടനും ആറാം തമ്പുരാനും പോലുള്ള പടങ്ങൾ നമുക്ക് മുമ്പിൽ നിറഞ്ഞാടുന്നത്. മമ്മൂട്ടി, MGR, രജനീകാന്ത്, മോഹൻലാൽ തുടങ്ങിയ നടന്മാർ ഒരേ സമയം 40-50 ആളുകളെ അടിച്ചു വീഴ്ത്തി പരാജയപ്പെടുത്തുന്ന മഹാവിഡ്ഢിത്തങ്ങളും
70ഉം 75ഉം വയസ്സുള്ള നായകന്മാർ യു പി സ്കൂൾ ലെവലിലുള്ള പെൺകുട്ടികളെ പ്രേമിച്ച് നടക്കുന്നതുമായ വളിപ്പൻ രംഗങ്ങൾ ബോബനും മോളി ഫലിതത്തിൽ കൂടി ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ പ്രോഗ്രാം 100 തികയ്ക്കാമെന്നാണ് ഞാൻ തുടക്കത്തിൽ കരുതിയിരുന്നത്. പക്ഷെ പലതും എനിക്ക് ഓർമ്മ വരുന്നതേയില്ല. അതിനാൽ എനിക്ക് കഴിയുമെങ്കിൽ മാത്രമേ എനിക്കിനി തുടരാനാകൂ. എൻ്റെ പഴയ ഒരു കാലത്തെ സംഭവം ഓർക്കുകയാണ്. ഞാൻ തിരൂരിൽ നിന്ന് മേൽവണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അരികിൽ എൻ്റെ ഗ്രാമത്തിലൊരു പഴയ ചങ്ങാതിയെ കണ്ടു. പ്രഭാകരനല്ലേ ഞാൻ ചോദിച്ചു. ഞങ്ങൾ സംസാരിച്ചു. അവനപ്പോൾ ബോംബെയിൽ ഫിലിംസ് ഡിവിഷനിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. ഞാൻ പറഞ്ഞു, പണ്ട് ഫിലിംസ് ഡിവിഷനിൽ എസ്രാമീർ, കേശവ് മഹോപാധ്യായ എന്നീ സീനിയർ എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴുണ്ടോ ആവോ? സ്ക്രീനിൽ പേര് കണ്ടതായി ഓർക്കുന്നു. അപ്പോഴവൻ പറഞ്ഞു, ഈ രണ്ടുപേരും അടുത്ത AC കമ്പാർട്ട്മെൻറ്റിലുണ്ട്, നമുക്ക് കാണാം എന്ന് പറഞ്ഞു. AC റൂമിലേക്ക് കൊണ്ടുപോയി എന്നെ അവർക്ക് പരിചയപ്പെടുത്തി. അവർ ഒരു ഇൻസ്പെക്ഷൻ ടൂറിൽ ആണത്രേ. എടാ രാജാ, ഞങ്ങളുടെ ബോംബെ ഓഫീസിൽ പോലും അവരുടെ പേര് പലർക്കും അറിയില്ല. നീ എങ്ങനെ ഇതെല്ലാം ഓർമ്മിച്ചു എന്നവൻ ചോദിച്ചു. അതൊക്കെ ഒരു കാലം. ഞാൻ ഗ്രാമം ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വല്ലാതെ ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് ശരിയുമാണ്. ഇപ്പോൾ പഴയ ഗ്രാമങ്ങളെവിടെ? പട്ടണങ്ങളിലോ വിദേശങ്ങളിലോ ലഭിച്ചേക്കാവുന്ന ഏത് വസ്തുവും ഇന്ന് ഗ്രാമങ്ങളിലും കാണാനൊക്കും. അത്തരം കാലമൊക്കെ എന്നോ പോയി മറഞ്ഞു. ഇപ്പോൾ ഗ്രാമവുമില്ല, പഴയ കാലവുമില്ല. ആറ്റുകുഞ്ചിപ്പായലിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ, കുഞ്ഞിളം കൈ വീശി നീ തോണിയേറിപ്പോയില്ലേ. ലാ